രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈയൊഴിഞ്ഞ് വി ഡി സതീശനും ആരോപണങ്ങൾ പരിശോധിച്ച് മുഖം നോക്കാതെ നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ്. ഒരു മകളുടെ പരാതിയിൽ പിതാവ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുവെന്ന് വി ഡി സതീശൻ. രാഹുലിനെതിരെ നടപടി വേണമെന്ന് രമേശ് ചെന്നിത്തല. പരാതി ലഭിച്ചിട്ടില്ലെന്ന് പാലക്കാട് DCC അധ്യക്ഷൻ A തങ്കപ്പൻ. രാഹുൽ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. യുവനടി റിനി ആൻ ജോർജിന്റെ വെളിപ്പെടുത്തലിൽ കർശന നടപടിക്ക് സംസ്ഥാന ഘടകത്തിന് നിർദ്ദേശം നൽകി ഹൈക്കമാൻഡ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി സ്ഥാനത്ത് നിന്നും നീക്കും. പാലക്കാട് മത്സരിപ്പിക്കില്ല. അബിൻ വർക്കി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായേക്കും. കോൺഗ്രസിന്റെ അടിയന്തര നടപടിക്കുള്ള നീക്കം തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ട്. വെളിപ്പെടുത്തലിന് പിന്നാലെ കടുത്ത സൈബർ ആക്രമണമെന്ന് റിനി ആൻ ജോർജ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കറും. ഗുരുതര പ്രശ്നങ്ങൾ നേരിട്ട നിരവധി പെൺകുട്ടികളുണ്ടെന്നും ഹണി. രാജി ആവശ്യപ്പെട്ട് പാലക്കാട് MLA ഓഫീസിലേക്ക് മഹിളാ മോർച്ചയുടെ മാർച്ച്. ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം. പ്ലക്കാർഡ് ഉയർത്തി നടുത്തളത്തിലിറങ്ങി. ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ബെറ്റിംഗ് ആപ്പുകളും ചൂതാട്ടവും നിയന്ത്രിക്കാനുള്ള ഓൺലൈൻ ഗെയിമിംഗ് ബിൽ രാജ്യസഭ പരിഗണിക്കും. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ നില അതീവ ഗുരുതരം. രോഗം സ്ഥിരീകരിച്ച 40-കാരനും മലപ്പുറം ചേളാരി സ്വദേശിയായ 11 വയസ്സുകാരിയും തീവ്രപരിചരണ വിഭാഗത്തിൽ. പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി ആരോഗ്യവകുപ്പ്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 2ാം സീസണിൽ നിന്ന് തുടക്കം. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലം സെയിലേഴ്സ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറിനെ നേരിടും. 7:30 നടക്കുന്ന 2ാം മത്സരത്തിൽ അദാനി ട്രിവാൻഡ്രം റോയൽസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് പോരാട്ടം.